മൊയ്തീൻ ഒന്ന് കാണണം. മൊയ്തീൻ തിയേറ്ററിൽ നിന്നൊക്കെ പോയി, ഇനി വല്ല CD എടുത്തിട്ട് കാണണം. അതല്ല, കൺട്രോളർ മൊയ്തീൻ. കൺട്രോളർ മൊയ്തീൻ. കൺട്രോളർ മൊയ്തീൻ. മൊയ്തീനെ നിന്നെ വിളിക്കുന്നു. ബഷീർ കാ, ഞാൻ കൊടുക്കാം. ഹലോ, ആ ബഷീർക്കാണല്ലേ? ആയിക്കോട്ടെ. ആണോ? അത് ശരി. ഓ, അത് നമ്മൾ ഏറ്റത്. ഓ, നമ്മൾ ഉത്തരവായിക്കോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, താങ്ക് യു കേട്ടോ. ബഷീർ കാ കണ്ടു, പറഞ്ഞില്ലേ? വൈകുന്നേരം താജിൽ വെച്ച് കാണാം. കാശ് നിങ്ങൾ വിഷയമാക്കണ്ട ബഷീർ കാ, അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ ബഷീറിന്റെ വലിയ ചങ്ങായി ആയിരുന്നേ, അത് പറയണ്ടേ? ഒരൊറ്റ മിനിറ്റ്, ഇപ്പൊ വരട്ടോ. എന്താ ഈ വന്നത് ആരാന്നറിയ? ബഷീർ ഖാന്റെ ചങ്ങായിയാണ്ടോ. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ ചാൻസ് ഇതോ ചാൻസ് ഒന്നല്ല, മൂപ്പര് സിനിമ എടുക്കാൻ വന്നതാണ്. സിനിമ എടുക്കാനാ? സിനിമ എടുക്കാൻ മൂപ്പര് 10 കൊല്ലമായിട്ട് ഗൾഫിൽ നിന്ന് വരുത്താണിത്, അറിയോ? പിന്നെ ഞാൻ പറഞ്ഞു, ആ പെട്ടി കണ്ടത്, ആ പെട്ടി നിറച്ച് മുമ്പൊക്കെ തരാനുള്ള സ്കോച്ചും കാരക്കും ബിസ്കൊക്കെയാണോ, സ്പ്രേയുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാ, പുള്ളി എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങള് അയാളെ വിടാതെ പിടിച്ചോളാനാ പറഞ്ഞത്. ഇനി മൂപ്പര് ഒരു വർഷത്തേക്ക് ഇവിടെ നിന്നും വിടത്തില്ല. എനിക്ക് അഭിനയിക്കാനൊക്കെ വലിയ ആഗ്രഹമുള്ള ആളാ, അറിയൊന്നുമില്ല. എന്നാലും ചെറിയൊരു വേഷക്കാരൻ കൊടുക്കാൻ നമുക്ക്. ഇതൊക്കെ ഉള്ളതാണല്ലേ, പുള്ളി നായകനാക്കി വേണമെങ്കിൽ നമുക്കൊരു പടം പിടിക്കാമല്ലോ. നായകനൊന്നും ആക്കണ്ടോ, ചെറിയ എന്തെങ്കിലും വേഷം കൊടുത്താൽ മതി കേട്ടോ. വിടരുത്, നിങ്ങളെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യമൊക്കെ. കട്ടക്ക് നിന്നോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം നമസ്കാരം പറഞ്ഞു. നമസ്കാരമൊക്കെ എത്ര വേണമെങ്കിലും പറയാലോ, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? കൊച്ചാലും മൂട് പൂക്കോയ, ഗൾഫ് കോയ എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, ഈ പെട്ടിക്കകത്ത് എന്താണ്? സാറിന്റെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും. അറിഞ്ഞൂടെ കാതര? കുറച്ച് പെർഫ്യൂം, ഈന്തപ്പഴം, പിന്നെ സ്കോച്ച് വിസ്കി. അതൊന്നും വേണ്ടായിരുന്നു. വിസ്കി അല്ല, ബ്രാൻഡി എല്ലാം ഉണ്ട്. ഏതാ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ തരാം. അല്ല, ഈ 10 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൾഫിൽ അല്ലേ? 10 കൊല്ലമായിട്ട് ഗൾഫില്ല. അത് ബഷീർക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊന്നുമല്ല, പടമെടുക്കണം. അപ്പോൾ നിങ്ങളുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ താല്പര്യമുണ്ട്. നമ്മളിനി മുതൽ സഹകരിച്ച് മുന്നോട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഓരോ പടവും ഗൾഫിൽ 10 തവണ കാണാറുള്ള ആളാണ്. ഗൾഫിൽ എന്റെ കഴിഞ്ഞ സിനിമ റിലീസായിരുന്നു, രാത്രി പൂത്തിരി കിങ്ങിച്ചപ്പോ കണ്ടായിരുന്നോ? അതവിടെ ഇറങ്ങിയില്ല. ഗൾഫിൽ റിലീസ് ചെയ്യാൻ ഉത്തരവാദിത്തമില്ല. ഗൾഫിൽ റിലീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ്. അവിടെ തിയേറ്റർ കിട്ടിയില്ല എന്നോ? അല്ല, ഈ ഗൾഫിൽ ഈ അറബി പടങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങൂല്ലേ? അറബിയുണ്ട്, പിന്നെ ഈ ഇവിടെ ഹിറ്റാവുന്ന പടങ്ങൾ ഇതൊക്കെ ഇവിടെ ഇറങ്ങിയിരുന്നോ? 100 ദിവസം കൂടി ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് അതെ, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു ചെറിയ അപേക്ഷയുണ്ട്. അതായത് നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ട് നാട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ കൂട്ടുകാരനോട് ചോദിക്കും ഈ സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. അവർക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഈ നടി ജിൽമിത നടൻ ശൈലേഷിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചില പത്രത്തിൽ വരുന്നുണ്ട്. ചില പത്രങ്ങളിൽ വരുന്നു സുന്ദറിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ആരെയാണ് കല്യാണം കഴിക്കുന്നത്. അമ്മാതിരി ചോദ്യമൊക്കെ നിങ്ങള് ഓനോട് ചോദിച്ചോളി, ഓണാണ് അതിന്റെ ആള്. ചുമ്മാ ആരാണ് അല്ല, ഈ ശൈലേഷിന്റെ കാര്യം പറയുമ്പോൾ ഒരു വാസ്തവമില്ലാതില്ല. ശൈലേഷും ജിൽമതയും തമ്മിൽ ചെറിയ ബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ ശൈലേഷിന്റെ സ്വഭാവം ശരിയല്ല. എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. ഈ വായിക്കുമ്പോ എനിക്ക് ചെറിയ ഡൗട്ട്. ശൈലേഷ് എന്താ സാർ പ്രശ്നം? ശൈലേഷിന് വേറെ ബന്ധമുണ്ടല്ലോ. വേറെ ബന്ധമുണ്ട്. തമിഴിലെ മധുമിത എന്ന് പറഞ്ഞ നടിയില്ലേ? മധുമിത ശൈലേഷോട്ട് കുഴപ്പത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഗോസിപ്പ് പ്രശ്നങ്ങൾ വന്നില്ലേ? മധുമിത ഊട്ടിയിലും കൊടൈക്കനാലിലും കോയമ്പത്തൂരൊക്കെ ഒരു ടൂർ പോയ ഓർമ്മയുണ്ടോ? അത് മധുമിത ഒരു നടനുമായി ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടെന്ന് സരസന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് വാർത്ത ഉണ്ടായിരുന്നു. നടനേരെ എനിക്കറിയില്ലായിരുന്നു. അല്ല, അത് മാത്രമല്ല, ഈ മധുമതിയും സ്റ്റൈലിഷും കൂടെ ഒരുമിച്ച് ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചുംബന സീനല്ലേ, അത് ഭയങ്കര വിവാദമായതല്ലേ? അപ്പൊ ഈ പിന്നെ മധുമിത അപ്പൊ മധുമിത വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? പിന്നെ അത് പിന്നെ ഡൈവേഴ്സിന്റെ വശത്തിലേക്ക് എത്തിച്ചതല്ലേ. അപ്പൊ മധുമിത ആദ്യം ആരും കല്യാണം കഴിച്ചു? സുന്ദർ.
എനിക്ക് കൺഫ്യൂഷൻ. അപ്പൊ സുന്ദറിന്റെ ഭാര്യയാണ് മധുമിത. മധുമിത ഇപ്പൊ സ്നേഹിക്കുന്നത് ശൈലേഷിനെ. ശൈലേഷ് നേരത്തെ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അല്ല, ഉദാഹരണം ഞാൻ ഇവിടെ. അല്ല, ഈ ശൈലേഷും സുന്ദറും എന്താ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാത്ത കാര്യം എന്താ? ഇതെല്ലാം ഒരു ശൃംഖല പോലെ ഇങ്ങനെ കണ്ണിയാട്ട് ഇങ്ങനെ കിടക്കാണ്. ഇവിടെ വന്നതുകൊണ്ടും ഞങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടും ഒരു ചെറിയ ഗോസ് റിപ്പോർട്ട് ഞാൻ പറയാം. ഒരു കാരണവശാലും സാർ ആരോടും പറയരുത്. ആടുത്തും കൂട്ടുകാരടുത്തൊന്നും പറയരുത്. ആടുത്തും പറഞ്ഞു പടത്തോനാണ് സത്യം. ആടുത്തും നിങ്ങൾ ഇഷ്ടപ്പെട്ട നടിയാണല്ലോ ദിൽജിത. ദിൽജിത ഞാനും ആർക്കും അറിയത്തില്ല. ഈ പറയുന്ന ദിൽജിതയ്ക്ക് പോലും ഇത് അറിയത്തില്ല. ഗിൽമിതിക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്ന പൊന്നെ സാറേ, അല്ല, അവന് കേക്കടാ. ഇപ്പൊ വല്ലവന്റെ എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാതര മേടിക്കും കേട്ടാ. കുട്ടി സാറിന്റെ ആണെന്ന് സാറ് മിടുക്കനാണ് സാർ. കഴിച്ചിട്ടില്ലേ, കല്യാണം പോലും കഴിച്ചിട്ടില്ലേ, എന്റെ കുടുംബം കൊടന്നോടല്ലേ വീട്ടിൽ പ്രശ്നമാവൂ. അത് സാറിന്റെ ഒരു അപാര പ്രൊഡക്ഷൻ. മധുമിതയില്ലേ സാർ? മറ്റൊരുണ്ടല്ലോ മധുമിതയ്ക്ക് എല്ലാം കൺഫ്യൂഷൻ ആയി. ജിൽമിത ഒരു പത്രത്തിൽ എഴുതിയിരുന്നു, ജിൽമിത ഒരു അലവലാതിയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അത് ആരെന്ന് ഞാൻ അന്വേഷിച്ചു. ഇവനാണ്. അല്ലല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ അറിയാം. സാർ എങ്ങനെയാണ് ഇവരൊക്കെ ഈ അട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഇതൊക്കെ ഒരു നമ്പറല്ലേ. അതിപ്പം ഈ ആരെങ്കിലും അഭിനയിക്കാൻ വരുമെന്നെങ്കിൽ നമ്മൾ പറയും അടുത്ത സിനിമയിൽ നിങ്ങൾക്ക് മെയിൻ വേഷം തരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാവും. അതായത് നമ്മൾ വളയ്ക്കുക ഉടിക്കുക എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാവും. അതിന് ഡിക്കർ കൊണ്ടത്തെ പേരാണ് ബ്ലാവ്. ബ്ലാവ് എന്ന് പറയും. ഞാൻ കൂട്ടുകാരത്ത് അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത്. സാറിന്റെ പേര് പറയില്ല, അവിടുത്തെ സംവിധാനം ഭയങ്കര. ഇപ്പൊ വേറൊരു വാക്ക് ഇറങ്ങിണ്ടല്ലോ, ഈ തേക്കാന്ന്. അത് കേട്ടില്ല നിങ്ങള്? ആ അതന്നെ, ഓള് ഇവനെ തേച്ചിട്ടാണ്ട് പോയി. സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജിൽമിത വീണ്ടും വന്നാൽ സാർ സ്വീകരിക്കും? ഒരിക്കലും സ്വീകരിക്കില്ല. അതെന്താ? ശരി, ഇനി അടുത്ത ചോദ്യം. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോ സ്കൂളിൽ ചേരുമ്പോ അച്ഛന്റെ പേര് എന്നുള്ള സ്ഥാനത്ത് ആരുടെ പേര്? അൺനോൺ. അറിയില്ല എന്നുള്ളത്. അത് കഷ്ടമല്ലേ സാറ്? അപ്പോഴെങ്കിലും സാറ് അവിടെ ചെന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുക്കണം, ഇല്ലേ? അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് സാർ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഞാൻ മുടക്കാം സാർ, ആ കുഞ്ഞിന് വേണ്ടി. ഇത്ര നാളിങ്ങനെ ഒളിച്ചു വെച്ച രഹസ്യം ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പം എന്റെ കരിയർ നശിക്കൂലേ സാർ? ഈ സിനിമാ രംഗത്ത് സാറിന് ആകെ ഇതും കൂടെ കൂട്ടി എത്ര കുട്ടികളുണ്ട്? അയ്യേ, ഞാനാ ടൈപ്പൊന്നുമല്ല. ഈ ജിൽമിത ജിൽമിതയിൽ മാത്രമേ ഉള്ളൂ കുട്ടികളുള്ളതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു സാറിന് എല്ലാ ബന്ധത്തിലും കുട്ടികളുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഇവന്റെ അതേ മോച്ചായി ആട്ടോ നിങ്ങൾക്ക്. ആണോ? ശരിക്കും സ്വന്തം കുട്ടിക്ക് അവനവന്റെ മോച്ചായ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ മോച്ച. എന്നിട്ട് അവൻ അല്ലാന്ന് പറയുമ്പോൾ അതിന് സങ്കടം. ഈ ഫീൽഡിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാർ. സാറേ, എന്റെ കരിയറിനെ ബാധിക്കുന്ന കേസാണ്. ഞാനിത് ആർക്കും പറയില്ല. ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വേറൊരു നടിയുണ്ടല്ലോ, മറ്റേ റുഷ്മിത. റുഷ്മിത പറഞ്ഞൊരു രസമുണ്ട് കേട്ടോ. അത് ഈ ലൊക്കേഷനിൽ മാത്രമുള്ള സംഭവമാണ്. പറയുന്നത് ഒന്നുമില്ല. നീ മിണ്ടരുത് ഇടയ്ക്കറി പറയരുത്, മിണ്ടരുത്. റുഷിതയുടെ ഷൂട്ടിംഗ് നമ്മുടെ ഒരു പടത്തിൽ റുഷിത അഭിനയിക്കാൻ വന്ന് ആദ്യമായിട്ട് നമ്മുടെ പടത്തിലാണ് കാൽ വെച്ച പെണ്ണ് കയറി പോയത്. മിണ്ടരുത്. റുഷ്മിതയുടെ ഫോട്ടോ എന്റെ റുഷ്മിതയുടെ സംഭവം കേക്ക്. ഒരു ആയ വന്നായിരുന്നു ഈ സഹായിക്കാനൊക്കെ മേക്കപ്പിന്. 43 വയസ്സ് മേക്കപ്പ് വെക്കുന്നത്. ഈ ലൊക്കേഷനിലുള്ള ഒരുത്തനുണ്ടല്ലോ, ആയിക്ക് ലവ് ലെറ്റർ കൊടുത്ത് ചിരിച്ചൂപ്പാട് വന്നു എന്ന്. ആരാന്ന് വേടൊക്കെ തുപ്പിക്കാടിക്കാം. അല്ല, അതങ്ങനെയല്ല. അത് സംഭവം എന്താ അറിയാം, നിങ്ങള് റുഷ്മിതൊക്കെ കൊടുക്കിന്ന് പറഞ്ഞിട്ട് ഓളെ കൈ കൊടുത്തതാ. നിങ്ങളിത് റുഷ്മിതൊക്കെ കൊടുക്കുമെന്ന് അറിഞ്ഞു കൊടുത്താ. എന്റെ പൊന്നു സാറേ, ആ തമിഴത്തി പെണ്ണുമ്പോൾ എന്തോ ഒരു ചീത്ത വിളിയായിരുന്നു. ചീത്ത വിളിച്ച് ഇവന്റെ കണ്ണ് പൊട്ടിച്ച്. ഇതിന്റെയൊക്കെ വല്ല നമുക്ക് ഞാനിത് ബഷീർക്കേട് പോയി പറയും കേട്ടോ. നാറ്റുകട ഇതിന് മാക്സിമം നാറ്റുകട. അങ്ങനെ നിങ്ങളെ അങ്ങനെ പറയില്ല. നമുക്ക് ബഷീർ ഖാന്റെ മുന്നിലൊക്കെ ഭയങ്കര പേരുള്ള ആളാണ്. കളവയ്ക്ക് ലവ് ലെറ്റർ എടുത്താ പേരുണ്ടാക്കുന്നില്ലടാ. ആർക്കല്ല നമ്മള് കൊടുത്തത് ഓക്കാടോ ലെറ്റർ. പിന്നെ ഇതൊന്നും വലിയ ഗോസിപ്പ് ആവാത്തെന്ന് പറഞ്ഞാ ഇതിനൊന്നും ഒരു പഞ്ചില്ല. നേരത്തെ എഴുതി കളഞ്ഞ പഴയ സാധനങ്ങളാണല്ലേ. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ നടിമാരൊക്കെ ഇല്ലേ,
എന്റെ അടുത്തൊക്കെ സംസാരിക്കും ഇവിടുത്തെ. ഒരു കൊതി ഉള്ളതുകൊണ്ടാ. കൊച്ചു കള്ളൻ. ഈ ലൊക്കേഷനിലെ ഏത് നടിയായിട്ടാണാവോ സംസാരിക്കാൻ താല്പര്യം? അതല്ല. ഈ സെറ്റിലുള്ള ആരടുത്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി വെറുതെ. അല്ല പിന്നെ സംസാരിക്കുന്നത് മോശം ബോറായി പോകും. വൈകിട്ട് എത്ര മണിക്കാണ് ഫ്രീ ആവുന്നത്? വൈകുന്നേരം ഞാൻ എപ്പോഴാണോ ഫ്രീ ആവും? ഒരു 8 മണിയാകുമ്പോൾ ഫ്രീ ആവും. സ്കോച്ച് എടുക്കൂ. 8 മണിക്ക് ഫ്രീ ആവുമ്പോഴേ നമ്മൾ ഈ സ്കോച്ച് പൊട്ടിക്കുമ്പോഴേ നമുക്ക് അവരെ കൂടെ വിളിക്കാം, സംസാരിക്കാം. അവര് കഴിക്കൂ. കുറച്ച് കൊടുക്കാം, ഞാൻ വിളിക്കാം, കുഴപ്പമില്ല. പെൺകുട്ടികൾക്ക് കഴിക്കോ? പിന്നെ അവർ വലിയ സാധനമല്ലേ സ്കോച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സാധനമില്ലയോ? ഈ സ്ത്രീകളുടെ ആരോഗ്യത്തിന് രഹസ്യം ഇപ്പൊ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് തന്നെ ബ്രാൻഡ് കൊടുക്കുന്നില്ല. എന്തിനാ? ആരോഗ്യം വെക്കാൻ. അതൊക്കെ കുഴപ്പമില്ല. ഈ സെറ്റിൽ വെച്ച് എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവും? സിമ്പിൾ അല്ലേ, സെറ്റ് വെച്ചല്ലോ, അല്ല സെറ്റ് ചെയ്ത് സംസാരിക്കാനല്ലോ. സിനിമ അഭിനയിക്കാമല്ലോ. സിനിമയിൽ ഞാനാ അഭിനയിക്കാനുള്ള പേഴ്സണാലിറ്റി ഉണ്ടാ? അവനെയാണെങ്കിൽ എന്ത് പേഴ്സണാലിറ്റി? നല്ല കേട്ടോ. ഇത് ചെറിയ വേഷം മതി കേട്ടോ. നമുക്ക് നമ്മുടെ കാമുകന്റെ വേഷം കൊടുത്താലോ? കാമുകനാകാനുള്ള പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞില്ലേ? കാമുകനാവാം. കാമുക ഇപ്പോഴും ചെറുപ്പമല്ലേ? ചെറുപ്പം. പ്രണയം അങ്ങനെ നമ്മളെ മനസ്സ് അല്ലെങ്കിൽ വളർന്നു, അല്ലെങ്കിൽ ശരീരം വളർന്നു, അല്ലെങ്കിൽ പ്രായമായെന്ന് പറഞ്ഞിട്ടൊന്നും പിന്നെ നിങ്ങൾ കളിയാക്കാം. ഒരിക്കലും ഞങ്ങൾ കളിയാക്കൂല. കറക്റ്റ് കാമുകനാവും. സത്യമാണ്. എന്നെ മക്കാറാക്കാൻ വേണ്ടി പറയല്ലോ. ഇതിനകത്ത് സ്കോച്ചാണ് സത്യം, കള്ളം പറയല്ല. സാറ് അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിലേ നമുക്ക് അതിലെ കുറച്ച് സീനൊക്കെ ദുബായ് വെച്ച് ഷൂട്ട് ചെയ്യാം. മലേഷ്യ വെച്ചിട്ട് പാട്ടൊക്കെ മലേഷ്യ തന്നെ പോകണം. ഞാനിതുവരെ മലേഷ്യ പോയിട്ടില്ലടാ. എവിടെയാണെങ്കിലും ശരി. അപ്പൊ ഈ സീന് അപ്പൊ ഒന്ന് ഡയലോഗ് ഒന്ന് പഠിപ്പിച്ചു എല്ലാം പഠിപ്പിക്കാം. ഓക്കെ.